വൈറൽ താരം മുഹമ്മദ് സിയാന്റെ കുട്ടി സഖാവ് എന്ന അക്കൌണ്ടും മെറ്റ പൂട്ടി. ഇൻസ്റ്റഗ്രാമിൽ കുട്ടി സഖാക്കൾ എന്ന പേരിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. വീഡിയോയ്ക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കമന്റ് ചെയ്തിരുന്നു. 42 മണിക്കൂറിനകം 2 മില്യൺ വ്യൂസ് പേജിന് ലഭിച്ചു. ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് ബാലസംഘ പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത്. കുട്ടി സഖാക്കൾ എന്ന് പറഞ്ഞൊരു പേജ്. അതിലെ കുറച്ച് വീഡിയോകളാണ്. അത് കുറച്ച് വൈറലായി. പക്ഷെങ്കിൽ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളെല്ലാം കേരള സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു എന്നുള്ളതാണ്. എന്റെ ഒരു ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏകദേശം ഒരു 10 വർഷം കൊണ്ട് ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കൊച്ചുകുട്ടികളാവാം, പക്ഷെ അവരുടെ കൂടെ വലിയ ആളുകളും ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം. പിന്നെ അവരൊരു നിശ്ചിത പ്രായം പറയുന്നുണ്ട്. ആ പ്രായത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ AI അത് റിമൂവ് ചെയ്ത് കളയും. മെറ്റ അത് റിമൂവ് ചെയ്ത് കളയും. അവരെപ്പോഴും നമ്മുടെ അക്കൗണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത് ആർക്കോ ഇതൊക്കെ പൊള്ളുന്നുണ്ട്. എന്തൊരു വൈറലായിരുന്നു അറിയില്ല. ഞാനും അതിന്റെ അടിയിൽ കമന്റ് അടിച്ചു. ലാൽ സലാം സഖാക്കളെന്റെ കുട്ടികൾ ഇപ്പൊ കാണുന്നത് അത് റിമൂവ് ചെയ്തെന്ന. ഇങ്ങനെയാണെങ്കിൽ എന്താവും സ്ഥിതി നാട്ടിലെ സ്ഥിതി? ഞാനതാന്ന് പറഞ്ഞു. ഇത്ര വലിയ രാഷ്ട്രീയ ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഇല്ല. ഇവിടെ ഇപ്പൊ ആകെ വേണ്ടത് അദ്ദേഹത്തെ ഇങ്ങനെ വാഴ്ത്തുപാട്ട് നടത്തുന്ന കാര്യം മാത്രമേ വരാവൂ. വേറെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഓരോ പത്രസമ്മേളനത്തിലും. പിന്നെ ഇപ്പോൾ പറയുന്ന നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിന് അറിയാൻ പാടില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ അറിയായിരിക്കും, ഇനി അറിയാത്ത പോലെ നടിക്കുവാണോ എന്നറിയില്ല. പിന്നെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദയവേത് നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾ പഠിച്ച് ഒരു പ്രായപൂർത്തിയായ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം, അത് ഏത് രാഷ്ട്രീയം വേണമെങ്കിലും ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാം. നല്ല നാടിന് നല്ല കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പഠിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുപോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇതുപോലുള്ള മക്കൾ, ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ മക്കളോ ഉന്നത നേതാക്കന്മാരുടെ മക്കളോ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ആരുടെയില്ല. തല്ലാനും കൊല്ലാനും വെട്ടാനും എന്നും പാവം പിടിച്ച ആളുകളുടെ മക്കൾ മാത്രമേ കാണത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ കുറെ ആളുകൾക്ക് എന്റെ ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ ശരിക്കും പൊള്ളുന്നുണ്ട്. നിങ്ങൾക്കൊന്നും അങ്ങനെ പൊള്ളേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ പറയുന്നത് എന്റെ കൺമുമ്പിൽ കാണുന്ന സത്യങ്ങളും വാസ്തവങ്ങളും മാത്രമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് സംസാരിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ്. അല്ലാതെ ഒരു ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നും എന്റെ പ്രശ്നങ്ങളല്ല. ആ കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണെങ്കിലും അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതാണെങ്കിലും ഇത് ശരിയല്ല. വെറും കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ. 10 വയസ്സൊക്കെ കാണത്തുള്ളൂ. അവരുടെ ഭാവി ഒരിക്കലും നശിപ്പിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആരെന്ത് കമന്റ് ഇട്ടാലും എന്ത് ചെയ്താലും എന്നെ ബാധിക്കുന്ന കേസല്ല.